വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യ ഇന്ന് വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യ ഇന്ന് ഹോളി ആഘോഷിക്കുകയാണ്. നിറങ്ങൾ പൂശിയും മധുരം വിളമ്പിയും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. യു പിയിലെ മധുരയിലും വാരാണസിയിലും 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയ ആഘോഷങ്ങളിലേക്ക് ഉത്തരേന്ത്യ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിറങ്ങൾ പൂശി, ചായം പൂശി, മധുരം വിളമ്പിയൊക്കെ വലിയ ആഘോഷങ്ങളിലേക്ക്, ഹോളി ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. എല്ലായിടത്തും എല്ലാ തെരുവുകളും നിറങ്ങളാൽ നീരാടുന്ന ഒരു ആഘോഷങ്ങൾ തന്നെയാണ് ഹോളി. കേരളത്തിലടക്കം വിവിധ ജനവിഭാഗങ്ങൾ ഹോളി ആഘോഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഉത്തരേന്ത്യയിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇന്ന് ഹോളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഉത്തരേന്ത്യ വലിയ ആഘോഷ നിറവിലാണ്. ഹോളിയുടെ ആഘോഷങ്ങളിലേക്കാണ് കുട്ടികളും മുതിർന്നവരും അടക്കം അപാല ജനവൃദ്ധങ്ങൾ തെരുവിലിറങ്ങി അവരെ നിറങ്ങളിൽ കൊണ്ട് മറ്റുള്ള ആളുകളുടെ മുഖത്തെ ചായം തേച്ചും വർണ്ണം വാരി വിതറിയും വലിയ ആഘോഷമാക്കുന്ന രാവാണ് ഹോളിയെ സംബന്ധിച്ചിടത്തോളം. ഏതാണ്ട് ഉത്തരേന്ത്യയിലടക്കം ഏതാണ്ട് 1-2 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷ പരിപാടികൾ കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലടക്കമുള്ള ഉത്തരേന്ത്യൻ കമ്മ്യൂണിറ്റികളൊക്കെ ഇന്ന് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. പല കളറിലുള്ള ചായങ്ങൾ വാരിയെറിഞ്ഞ് മറ്റുള്ള ആളുകളെ മുഖത്ത് തേച്ചും ദേഹത്തൊക്കെ വലിച്ചു വാരി തേച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്ന ദിവസം കൂടിയാണെന്ന്. ഹോളി ആഘോഷത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലേക്ക് പോകാം. ഈ ആഘോഷങ്ങൾക്കായി റഷീദ് ബെൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, വലിയ ആഘോഷമാണ് ഹോളി എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ നിരവധി നിറങ്ങളാൽ അണിഞ്ഞു വരുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ ഓർക്കുന്നത്. അത്തരം ചായം പൂശിയുള്ള ആഘോഷങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു ഉത്തരേന്ത്യ. ഹോളി ആഘോഷത്തിൻ്റെ നിറവിലാണ് ഉത്തരേന്ത്യ. വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ഹോളി ആഘോഷങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്തായാലും നിറങ്ങൾ ഒക്കെ തന്നെയും ചാലിച്ചും വീശിയും എറിഞ്ഞും ഒക്കെ തന്നെയാണ് ഉത്തരേന്ത്യക്കാർ ഹോളി ആഘോഷിക്കുന്നത്. നിലവിൽ ഞാനുള്ളത് ഡൽഹിയിലെ ഗൗരി ശങ്കർ മന്ദിറിലാണ്. സാധാരണഗതിയിൽ ഇവിടെയാണ് എല്ലാ ആളുകളും, പ്രമുഖരായിട്ടുള്ളവരും സാധാരണക്കാരടക്കമുള്ള ആളുകൾ ഹോളി ആഘോഷിക്കാൻ എത്തുന്നത്. എന്തായാലും ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ എത്തി ഇത്തരത്തിൽ ശരീരത്തിൽ ചായം പൂശുകയും അവരുടെ സൗഹാർദ്ദം ഒരിക്കൽ കൂടി കൂട്ടി ഉറപ്പിക്കുകയാണ്. എന്തായാലും ഈ ശൈത്യത്തിൻ്റെ മരവിപ്പിൽ നിന്നൊക്കെ തന്നെയും മാറിക്കൊണ്ടൊരു വസന്തകാലത്തെ കൂടി വരവേൽക്കുകയാണ് ഉത്തരേന്ത്യക്കാർ. അതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് ഇപ്പോൾ ഈ ഹോളിയുടെ ഭാഗമായി നടക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. भाई होली कैसे चल रही है? बढ़िया चल रही है भाई. हम भाइयों के साथ आए, बहनों के साथ आया, मज़ा आ रहा है बहुत. आरती देखी, दर्शन करे, बहुत अच्छा लगा हमें. और सबको हैप्पी होली, सब परिवार को हैप्पी होली. थैंक यू सो मच. अच्छी थी. हाँ बस. ഇത്തരത്തിൽ കുടുംബാംഗങ്ങളൊക്കെ വന്നുകൊണ്ട് ഹോളി ആഘോഷിക്കുകയാണ്. എന്തായാലും കനത്ത സുരക്ഷയിലാണ് ഇത്തവണത്തെ ഹോളി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഡൽഹിയിലെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെയും അതോടൊപ്പം അർദ്ധസൈനിക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, ഉദ്യോഗസ്ഥരെയൊക്കെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും നിരവധി ആളുകൾ ഇതിനോടകം ഈ ഹോളി ആഘോഷത്തിന് എത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആഴ്ചകളോളം നിലനിൽക്കുന്ന ഹോളി ആഘോഷങ്ങളാണ് നടക്കുക. ഈ നിറങ്ങൾ കലർത്തിയ വെള്ളമൊക്കെ തന്നെയും ആളുകൾ പരസ്പരം എറിയുകയും അങ്ങനെ വലിയ ഒരു ആഘോഷം നടക്കുകയും ചെയ്യും. കുട്ടികളും പ്രായഭേദമന്യേ ഇത്തരത്തിൽ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഇത്തരത്തിൽ ഇവിടെ എത്തുകയും പരസ്പരം ചായങ്ങൾ പൂശിക്കൊണ്ട് വലിയൊരു ആഘോഷത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. എന്തായാലും 2 ആഴ്ചക്കാലത്തോളം നിലനിൽക്കുന്നതായിരിക്കും ഈ ആഘോഷം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഹോളി ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഹോളി പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഹോളി ആഘോഷം എല്ലാവർക്കും നേരുന്നു എന്നുള്ളതാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയം മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റു ആളുകളും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ആശംസകളും നൽകുകയും ചെയ്യും. എന്തായാലും കളറായിക്കൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് നടക്കുന്നത്. ഇനിയും ഒരാഴ്ചക്കാലത്തേക്ക് ഉത്തരേന്ത്യയിൽ ഇത്തരത്തിൽ വർണ്ണാഭമായിട്ടുള്ള ആഘോഷം തന്നെയായിരിക്കും. ഐശ്വര്യം വന്നു ചേരും, അതോടൊപ്പം തന്നെ സമൃദ്ധി അടക്കം വന്നു ചേരുന്ന ദിനങ്ങളായിരിക്കും ഉത്തരേന്ത്യക്കാർക്ക് എന്നുള്ളതാണ് നിലവിലെ ഇവരുടെ ഒരു
വിശ്വാസം എന്ന് പറയും. എന്തായാലും വലിയ ആഘോഷങ്ങൾ തന്നെയാണ് ജിൽസി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുന്ന ഉത്തരേന്ത്യ. റഷീദ് ആവട്ടെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഏത് സമയവും അവിടെ നിറങ്ങൾ ഇങ്ങനെ വാരി പൂശാമെന്നുള്ള സ്ഥിതിയിൽ നിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, അതിനിടയ്ക്ക് മൈക്കൊക്കെ കവർ ഇട്ടിട്ട് വളരെ സുരക്ഷിതമാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും റഷീദ് ആഘോഷങ്ങൾ തുടരട്ടെ. നമുക്ക്